ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്കിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജേർണലിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പ്രാക്ടീസ് ആയിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ വലിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടതെന്നാണ് പഠിച്ചത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മാറ്റർ, അതായത് നിങ്ങൾക്ക് എന്താണ് നന്ദി പറയാൻ തോന്നുന്ന ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങളുടെ ചുറ്റുപാട് നോക്കിയിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആകാം, അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിനാകാം, നേച്ചറാകാം, നിങ്ങൾ കഴിച്ചൊരു നല്ല ഫുഡാകാം, അങ്ങനെ എന്തെങ്കിലും ഒരു 5 കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ ഫസ്റ്റ് പേഴ്സണിലാണ് എഴുതേണ്ടത്. അതായത് ഞാൻ നന്ദി പറയുന്നു, ഞാൻ ഇന്ന കാര്യത്തിന് നന്ദി പറയുന്നു, എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിന് ഞാൻ നന്ദി പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് വന്നു ചേർന്ന പണത്തിന് ഞാൻ നന്ദി പറയുന്നു, എൻ്റെ മാതാപിതാക്കളോട് ഞാൻ നന്ദി പറയുന്നു, എൻ്റെ പാർട്ട്ണറോട് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ എൻ്റെ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മീ, ആ ഒരു ഫസ്റ്റ് പേഴ്സണിലാണ് നമ്മൾ ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എഴുതേണ്ടത്. ഐ ആം ഗ്രേറ്റ്ഫുൾ, ഐ ആം എന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഈ ഗ്രാറ്റിറ്റ്യൂഡിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ വളരെ പോസിറ്റീവായിരിക്കും. പിന്നെ അവർക്കൊരു കംപ്ലൈനിങ് നേച്ചർ തീരെ കാണത്തില്ല. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നതിന് മുമ്പ് എൻ്റെ ഒരു സ്വഭാവം ഇങ്ങനെയല്ലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. എല്ലാ കാര്യത്തിലും കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് തുടങ്ങിയ ശേഷമാണ് എൻ്റെ ഒരു കംപ്ലയിനിങ് നേച്ചർ പൂർണ്ണമായിട്ടും ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ വന്നു ചേർന്നിട്ടുള്ള ചലഞ്ചസിനോടെല്ലാം തന്നെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. കാരണം ഈ ചലഞ്ചസ് ഓരോന്നും നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു ലെസൺ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നില്ലേ, ആ എടുക്കുന്നത് പോലും എൻ്റെ ലൈഫിൽ കുറേ ചലഞ്ചസ് വന്നിട്ടുണ്ട്. ആ ചലഞ്ചസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയൊരു കാര്യമായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്നൊക്കെ പറയുന്നത്. അതെനിക്ക് ഗുണകരമായി. അപ്പോൾ എനിക്ക് ഗുണകരമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത്. എൻ്റെ ലൈഫിൽ ചലഞ്ച് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിനെക്കുറിച്ച് പഠിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അതിലൊരാളാണ് ഒപ്രാ വിൻഫ്രി. പല സ്ഥലങ്ങളിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിരാട് കോഹ്ലി. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിനെ കുറിച്ചിട്ട് ബുദ്ധിസത്തിലും ജൈനിസത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ഒക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാടടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോസിറ്റീവ് സൈക്കോളജിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക്ക് കൂടിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.